ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് കൊഴുക്കട്ടയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചായക്കടിയൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ തയ്യാറാക്കുന്നത് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് പാനിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഒരുപാട് ഇത് ചൂടാക്കി ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട. അതിലെ വെള്ളമയം ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് രണ്ടും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ശർക്കര ഒന്ന് ഉരുകി തേങ്ങയോടൊന്ന് ചേരുന്ന സമയം വരെ ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ആദ്യം പാനിയാക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ആ ഒരു രീതി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ശർക്കര പൊടിയായിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരല്പം ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി കൊഴക്കട്ട തയ്യാറാക്കാനായിട്ടുള്ള മാവിനായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിൽ ഒരല്പം കൂടെ ലൂസായിട്ട് അല്ലെങ്കിൽ ഒരല്പം കൂടെ സോഫ്റ്റായിട്ടുള്ളൊരു പരുവമെന്ന് പറയുന്നില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ഇതിനകത്തേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഫില്ലിങ് കൊച്ചു കൊടുത്ത് നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. അപ്പോൾ ഫില്ലിങ് തയ്യാറാക്കാൻ പല രീതിയിൽ ചെയ്യാം. ഇതേപോലെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഫില്ലിങ് വെച്ച് എല്ലാ സൈഡിൽ നിന്നുമുള്ള മാവെടുത്ത് തിരിച്ച് കവർ ചെയ്ത് ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് ആ കുഴിക്കകത്ത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ ഇത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ ഇത് കവർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കവർ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹോൾസ് ഒന്നും ഇല്ലാതെ പൊട്ടാതെ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ശർക്കരയുടെ ആ ഒരു വെള്ളമൊക്കെ അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ച് വരാൻ സാധ്യതയുണ്ട്. അതില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ശർക്കരയല്ല, നിങ്ങൾക്ക് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇതിലെ ഫില്ലിങ് തയ്യാറാക്കാം. അതാണെങ്കിൽ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഇതേപോലെ ചൂടൊന്നും ആക്കണ്ട. തേങ്ങയും പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ശർക്കര വെച്ചാണെങ്കിലും ശരി, ഇതൊന്നും ചൂടാക്കാതെ ശർക്കര ചിരകി ഇടുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് ചിരകി ചേർത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പല രീതിയിൽ ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ചൂടാക്കി തന്നെ അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയൊക്കെ ചൂടാക്കി തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തേങ്ങയും അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ വെറുതെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതിനകത്തേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ 2 രീതിയിലും കാണിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു കുഴിയാക്കി എടുത്തും അല്ലെങ്കിൽ പരത്തിയെടുത്ത് 2 രീതിയിലും കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനകത്തേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്ക് കുഴക്കട്ട തയ്യാറാക്കിയെടുക്കാം. എന്തായാലും നല്ലതുപോലെ സീൽ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഒന്നുകിലൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിലോ ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുഴക്കട്ട റെഡിയാവും. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ നമുക്ക് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുഴക്കട്ട റെഡിയാണ്. ഈസിയാണ് തയ്യാറാക്കാൻ. സാധാരണ അരിപ്പൊടി വെച്ചിട്ടുള്ള കുഴക്കട്ട തയ്യാറാക്കി എടുക്കുന്നത് പോലെ മാവ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അരിപ്പൊടി വെച്ചുള്ളതാകുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്. ഗോതമ്പ് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈസിയാണ് പ്രിപ്പറേഷനൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.